ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം രാവിലെ തന്നെ നമ്മൾ നടക്കാൻ പോകുന്നതാണ്. രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം അങ്ങ് നടക്കാൻ പോകലാണ്. ഇന്നലെ നമ്മൾ പോയപ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ വെളിച്ചമൊന്നും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് വേഗം എണീറ്റിട്ട് പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് കുറച്ച് നല്ല എനർജിയും കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ നടന്നുകൊണ്ടിരിക്കലാണ്. ഇസും വന്നിട്ടുണ്ടായിന് നമ്മളെ കൂടെ. സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഓനും വരുമെന്ന് പറഞ്ഞിട്ട് അലാറെല്ലാം വെച്ചിട്ട് എണീച്ചിട്ട് നമ്മളെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിന്. അങ്ങനെ കുറച്ച് സമയം നടന്ന് എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്ന്. ഇന്നും ഉമ്മ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയും നമ്മളെല്ലാവരും കൂടിയിട്ട് പോയിട്ട് വേഗം വന്നു. പിന്നെ കിച്ചണിൽ വന്നിട്ട് ചായ എല്ലാം കുടിച്ചു. ഇതേപോലെ ചെറിയ ചെറിയ ജോലിയൊക്കെ ഉണ്ടായിന്. കുറച്ച് ഒരുക്കി വെക്കാനും കുറച്ച് സാധനമൊക്കെ ഇടാനൊക്കെ ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നേരെ മുകളിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞ പോലെ വണ്ണാമലയൊക്കെ കളയാനുണ്ട്. വണ്ണാൻ്റെ വല, നിങ്ങളുടെ നാട്ടിലെല്ലാം വേറെ പേരായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെയാണ് പറയൽ. ചിലന്തി വലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ കളയാനുണ്ടായിന്. അതൊക്കെ വേഗം കളയലാണ്. ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയാണ് കളയൽ. വേഗം വേഗം ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ടൈമിൽ കളയോ എല്ലാവർക്കും അലർജിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങനെ ഒരേ കളയാൻ പറ്റില്ല. പിന്നെ അലർജിൻ്റെ ഗുളികയെല്ലാം കുടിച്ചിട്ടാണ് നമ്മളിതെല്ലാം കളയുന്നത്. ഭയങ്കര തുമ്മലായിരിക്കും രാവിലെ തന്നെ. ഇന്ന് പിന്നെ നടക്കാനൊക്കെ പോയതുകൊണ്ട് അത്ര ഇതില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഫുള്ള് ക്ലീനിങ്ങാന്ന് വിചാരിച്ച്, ഇങ്ങനത്തെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യലാന്ന്. ഇത് നിസ്കാര റൂമാണ്. നമ്മളെ അതിനായിട്ട് വേണ്ടിയിട്ട് മാത്രമുള്ള റൂമാണ്. ഇതിൽ ഓതലും കാര്യങ്ങളും നിസ്കാരവും എല്ലാം അവിടുന്ന് മാത്രമേ ചെയ്യലുള്ളൂ. അതുകൊണ്ട് പിള്ളേരാരും അവിടെ കയറുകയോ ഒന്നും ചെയ്യൂല. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കയറുള്ളൂ. പിന്നെ ഫാനൊക്കെ തുടക്കാനുണ്ട്. പിന്നെ അതൊന്നും ഇപ്പം കയറാൻ കഴിയില്ല വെച്ചിട്ട് ഇതിനെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കലാന്ന്. പിന്നെ ബുക്ക് വെക്കുന്ന സ്റ്റാൻഡ്, ജനൽ അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെക്കൊണ്ട് ക്ലീനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ വേറൊരു ഇതുണ്ട് പ്രൊഡക്റ്റ്, അതിനെക്കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത് ജനലൊക്കെ. പിന്നെ റൂമിൽ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് പെയിൻ്റൊക്കെ അടിക്കാനുണ്ട്. കല്യാണത്തിന് ഇപ്പം ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അത്ര ആയിട്ടില്ല, 1 വർഷമായി. പക്ഷെ അന്നേരം പെയിൻ്റ് അടിച്ചാണ്. പക്ഷേ എന്താ പറയുക, പിള്ളേരെല്ലാം കൂടിയിട്ട് ആകെ ചുമരെല്ലാം കേടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും നല്ലൊരു പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കൊണ്ടാണ് പിന്നെ വാതിലിൻ്റെ കട്ടലയും പിന്നെ ജനാലയും എല്ലാം ക്ലീനാക്കി വെക്കുന്നത്. ഷെൽഫും എല്ലാം ഇതിനെക്കൂടെ നല്ല ക്ലീൻ ആകുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലാന്ന്. അത് ഞാൻ ഇപ്പം കാണിച്ചില്ലേ നീല, അത് ബുക്ക് വെക്കുന്നതൊക്കെ ഇതായിട്ട് ഞാൻ വെക്കായിരുന്നു. മീഷോന്ന് വാങ്ങിച്ചാണ്. അത് കുറേ വാങ്ങിച്ചിട്ട് അത് ബുക്സ് കാര്യങ്ങളെല്ലാം വെക്കാം നമുക്ക്. പിന്നെ അധികമുള്ള കവറുകൾ അതെല്ലാം വെച്ചിട്ട് നമ്മളങ്ങനെ വെക്കലാന്ന്. പിന്നെ അളമാര, ഇത് ഡോറ് ഒക്കെ ഇതിനെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ വെള്ളത്തോണ്ടൊക്കെ തുടച്ചെടുക്കാം. പിന്നെ ഞാനിങ്ങനെ ഇപ്പം ചെയ്തിട്ടുള്ളൂ. ഓരോ ടൈമിൽ വെള്ളത്തോണ്ട് തുടച്ചെടുത്തിട്ട് ഉണക്ക് തുണി കൊണ്ട് തുടച്ചെടുക്കലാണ് പതിവ്. പിന്നെ ഇന്ന് വേഗം ക്ലീനിങ് അങ്ങനെ കുറേയൊന്നും ക്ലീൻ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതിനെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കലാണ്. ഇഷ്ടംപോലെ കാട്ടങ്ങളെല്ലാം ഉണ്ടായിന്. പിന്നെ ഇസുവിൻ്റെ സ്റ്റഡി ടേബിൾ തൽക്കാലം ഇതാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്തെടുക്കലാണ്. അവനോടൊപ്പം പറയൂ, പക്ഷെ അവൻ അങ്ങനെ ആക്കൂല. ഓരോ ടൈമിൽ തോന്നുമ്പോൾ മാത്രം ആക്കലാന്ന് അവൻ്റെ പതിവ്. അതുകൊണ്ട് വേഗം ഞാൻ തന്നെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബുക്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഒന്ന് തുടച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അടിച്ചു വാരൽ തന്നെ പതിവ് പോലെ തന്നെ അടിച്ചു വാരലാണ്. ഇതാ ഇഷ്ടംപോലെ കാട്ടങ്ങളെല്ലാം ആയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി തുടക്കണം. അത്രേ ഉള്ളൂ. പിന്നെ മേലത്തെ പണി. ചെറിയ ആളങ്ങനെ എണീറ്റിട്ടൊക്കെ തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട്. കണ്ടാൽ നമ്മളെ ചുമരിൻ്റെ ആകെ ഇടങ്ങാറാക്കി വെച്ചാൽ അത് തുടച്ചിട്ടൊന്നും പോകുന്നില്ല. ഇനി ഏതായാലും പെയിൻ്റൊക്കെ അടിച്ചാൽ ശരിയാവുമായിരിക്കും. ഞാൻ കുറേ സോപ്പും വെള്ളമെല്ലാം ആക്കി തുടച്ച് നോക്കിനെ, പക്ഷെ പോകുന്നേ ഇല്ല. അതെന്തോ സ്കെച്ചാണോ എന്താണെന്നറിയില്ല. അവരങ്ങനെ ചെയ്ത് വെച്ചതാണ് പിള്ളേരെല്ലാവരും കൂടിയിട്ട്. പിന്നെ വേഗം അടിച്ച് വാരി എടുക്കലാണ്. പിന്നെ നിസ്കാരപ്പടമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അതെല്ലാം വേഗം വാഷിംഗ് മെഷീനിലിട്ട് അലക്കും. അങ്ങനെയെല്ലാം ചെയ്യൽ. പിന്നെ നേരെ ബാൽക്കണിയിലേക്ക് വന്ന് ഇവിടെ ഫുള്ള് എന്താ പറയുക, ഇവിടെ പക്ഷികളെല്ലാം കൂടിയിട്ട് വരും. പിന്നെ നമ്മൾ ചായ കുടിക്കും, അതിൻ്റെയൊക്കെ വേസ്റ്റ് അതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വേഗം ക്ലീനാക്കി എടുക്കലാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കലുണ്ട്.
വൈകുന്നേരം ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ ഒക്കെ നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ ചൂടിന് ഉച്ചക്കൊന്നും വന്നിരിക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്. ഇതിവിടെ ഒരു ചെറിയ ടേബിളും റൂമിലെ ടേബിളാണ്, പക്ഷേ ഇവിടെ തന്നെ ഇട്ടതാണ്. നമ്മൾ ഇവിടെ തന്നെയല്ല ചെയ്യലെന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് ഇതാ മൊത്തത്തെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതൊക്കെ കണ്ട് ഇതാ ഐസിൻ്റെ ഒരു ഇത് കണ്ട കാറ്റടിക്കുന്നതാണ് കണ്ടത്. പിന്നെ നേരെ നമുക്ക് മട്ടന്നൂർ പോകാനുണ്ടായിന്. അപ്പോൾ ടൗണിൽ പോയിട്ട് ഇടയ്ക്ക് നമ്മളൊരു ബാങ്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ട് അവിടെ പോയപ്പോൾ ഇതാ അവിടുന്ന് ഒരു ബേഡ്സ് ചെറി എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഓട്ടോക്കാരെല്ലാം നമുക്ക് പറിച്ച് തന്നിട്ടുണ്ടായിന്. അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് മറിഞ്ഞു. പിന്നെ നേരെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ അതിലൂടെ വരുമ്പോൾ ഒന്ന് കയറിയതാണ്. ചെറിയ മോളെല്ലാം ഉള്ളതാണ്, അപ്പോൾ കാണാമെന്നെല്ലാം വിചാരിച്ചിട്ട് കയറി. അവിടുന്ന് നമ്മൾ ഡിന്നറെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ വന്നത്. അതിൻ്റെ ഇടയിൽ മാങ്ങ കണ്ടിട്ട് താഴെ തന്നെ കണ്ടിട്ട് പച്ചമാങ്ങ പറിക്കുന്നുണ്ട്. അത് വേഗം പറിച്ച് ഓനിങ്ങനെ നമുക്ക് ഉപ്പും കൂട്ടി തിന്നാനായിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പത്തിരീൻ്റെ പറഞ്ഞില്ലേ, എനിക്ക് പണ്ട് പത്തിരി എന്ന് പറഞ്ഞ ഐറ്റം ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ പാലക്കാട് പോയ സമയത്ത് ജസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിന്. അന്നേരം അവിടെ നിന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ ഇതേപോലെ ആങ്ങളുടെ ഓള് അവരെ കോഴിക്കോട് ഫാമിലിയെല്ലാം, അപ്പോൾ അവരധികം ഇതാ ഉണ്ടാക്കല. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അവരെ കൈ കൊണ്ട് കഴിച്ചപ്പോൾ ഇതാ പണ്ടത്തെ റേഡിയോ കണ്ടില്ലേ, അപ്പോൾ അതും കണ്ടിട്ട് അവിടെ കുറേ ഇരുന്ന് നമ്മൾ സംസാരിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ.